ഇറാന്റെ അതിശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണത്തെ പ്രതിരോധിച്ച് UAE 36 ഡ്രോണുകളും 4 ക്രൂയിസ് മിസൈലുകളും 8 ബാലിസ്റ്റിക് മിസൈലുകളുമാണ് UAE പ്രതിരോധ സേന ഇന്ന് ആകാശത്ത് വെച്ച് തന്നെ തകർത്തത്. ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം 188. രഞ്ജിത്ത് ചേരുന്നു വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, ഒരു മാസം കഴിഞ്ഞിട്ടും ഗൾഫ് മേഖലയിലാകെ സംഘർഷാവസ്ഥ എന്ന നിലയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. വലിയ രീതിയിലുള്ള ആക്രമണം ഇറാൻ വീണ്ടും തുടരുകയാണല്ലേ? തീർച്ചയായും വിനീത, അതിശക്തമായ ആക്രമണമാണ് ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഇറാൻ ഇപ്പോഴും നടത്തുന്നത്. ഇന്ന് പുലർച്ചെ മുതൽ തന്നെ യുടെ വിവിധ ഭാഗങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തി. ഇതിൽ പ്രധാനപ്പെട്ടത് ഈ ദുബായ് തീരത്ത് ഒരു കപ്പലിന് നേരെയുണ്ടായ ആക്രമണമാണ്. കുവൈറ്റിന്റെ ഉടമസ്ഥതയിലുള്ള കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. പക്ഷേ ആർക്കും പരിക്കില്ല എന്നും ജീവനക്കാരൊക്കെ സുരക്ഷിതരാണ് എന്നും അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ദുബായിയുടെ മറ്റ് വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചും ആക്രമണ ശ്രമങ്ങളുണ്ടായി. അതിനെയൊക്കെ ശക്തമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞുവെന്നാണ് ദുബായ് മീഡിയ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് മാത്രം UAE 36 ഡ്രോണുകളാണ് പ്രതിരോധിച്ചത്. ഒപ്പം തന്നെ 4 ക്രൂയിസ് മിസൈലുകൾ തടഞ്ഞു, 8 ബാലിസ്റ്റിക് മിസൈലുകളും തടഞ്ഞു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിലും ആക്രമണമുണ്ടായി. അവിടെ 2 പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. 3 വീടുകൾക്ക് കേടുപാട് പറ്റി. ഒപ്പം തന്നെ നിരവധി വാഹനങ്ങൾക്കും കേടുപാട് സംഭവിച്ചു. എന്തായാലും ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ഒരു മാസം പിന്നിടുമ്പോഴും ഇറാൻ ആക്രമണം തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ശരി, രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.